സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഈ പരീക്ഷകളെല്ലാം വർഷം തോറും നടക്കുന്ന പരീക്ഷകളാണ്. ഈ നോട്ടിഫിക്കേഷൻസ് ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് സംശയം ചോദിക്കാറുണ്ട്. ഇതിലേതാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇതിലേതാണ് ജോലി കിട്ടാൻ സാധ്യതയുള്ളത്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അത്തരത്തിലുള്ള സംശയങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ഫാക്കൽറ്റി ബൈജു സാർ നമ്മളോടൊപ്പം ഉണ്ട്. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു സാർ. ചില എക്സാംസ്, അതായത് LDC അതുപോലുള്ള ചില എക്സാംസ് 3 വർഷമാണ് ആ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി. എന്നാൽ നമ്മുടെ യൂണിഫോം പോസ്റ്റിൻ്റെ ആ ഒരു കാലാവധി എന്ന് പറയുന്നത് ആ ഒരു ലിസ്റ്റിന് 1 വർഷം കാലാവധിയാണുള്ളത്. അപ്പോൾ പ്രധാനമായും ഈ 1 വർഷത്തിനുള്ളിൽ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതും പരീക്ഷകൾ നടക്കുന്നതുമായിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഈ ആദ്യം ഒരു കാര്യം പറയാം. നല്ലൊരു ചോദ്യവും നല്ലൊരു ടോപ്പിക്കുമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരുപാട് പേരുടെ ഡൗട്ട് നമുക്കിതോടെ ക്ലിയർ ചെയ്യണം. 2022 വർഷം മുതലാണ് ഇതിനൊരു മാറ്റം PSC കൊണ്ടുവന്നത്. അതായത് അതിനു മുമ്പേ ഉള്ള ആളുകളെല്ലാം ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാതെ അവർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഇല്ല, ആദ്യം സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. ഈ 2022 ശേഷമാണ് ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസറായാലും സിവിൽ എക്സൈസ് ഓഫീസറായാലും ഫയർഫോഴ്സ് പിന്നെ SI തുടങ്ങിയവയ്ക്കെല്ലാം എന്ത് കൊണ്ടുവന്നത് സ്പെഷ്യൽ ടോപ്പിക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ സ്പെഷ്യൽ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തിനെക്കുറിച്ച് നോളജ് വേണം, അല്ലേ? നമ്മളിപ്പോൾ ഒരു പോലീസാകാൻ പോകുന്ന ആൾ പോലീസ് എന്താണെന്ന് ആദ്യമേ അറിഞ്ഞിട്ട് അതിലേക്ക് പോവുക. ഒന്ന് നോക്കിയാൽ നല്ലതാണ്, പക്ഷേ എഴുതുന്ന ആൾക്കാർക്ക് അല്പം പ്രയാസമായിട്ട് തോന്നും. കാരണം ഇത് മറ്റൊരു സബ്ജക്റ്റിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പണ്ട് നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് GK പഠിച്ചാൽ LDക്ക് പഠിക്കുന്നത് തന്നെയാണ് പോലീസിൽ ഉപയോഗിക്കാം, പോലീസിൽ പഠിക്കുന്നതിന് മറ്റൊരു വിഷയത്തിൽ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ബീറ്റ് പഠിക്കുന്ന ഒരാളിന് ഫയർഫോഴ്സിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഫയർഫോഴ്സ് പഠിക്കുന്ന ആളിന് സിവിൽ എക്സൈസ് ഓഫീസറിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് മാത്രം നല്ലവണ്ണം പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് സ്പെഷ്യൽ ടോപ്പിക്. ഒന്ന് നോക്കിയാൽ സ്പെഷ്യൽ ടോപ്പിക്ക് നല്ലതാണ്, പക്ഷേ അതുപോലെ തന്നെ പ്രയാസവുമാണ്. ഇപ്പോൾ ചോദിച്ച ചോദ്യം ഇയർലി നടക്കുന്ന പരീക്ഷ ഏതൊക്കെയാണെന്ന്. പ്രധാനമായിട്ടും ഇപ്പോൾ യൂണിഫോം പോസ്റ്റുകളെല്ലാം ഇയർലി ആക്കി. എല്ലാം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഉറപ്പായിട്ടും നമുക്ക് പറ്റുന്നത് CPO സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർഫോഴ്സ് ഇതെല്ലാം ഇതുവരെയായിട്ടും ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൽ SIയും എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രധാനമായിട്ടും ഓരോ വർഷവും വിളിക്കുന്ന പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എക്സാംസിനെ പോലല്ല, അതിന് ഒരു 36 വയസ്സ് ആ ഒരു ഏജ് ലിമിറ്റ് കൊടുക്കുമ്പം ഈ ഫോഴ്സ് എക്സാമിലേക്ക് വരുമ്പം ആ ഏജ് ലിമിറ്റ് നല്ല പോലെ കുറയുന്നുണ്ട്. അപ്പോൾ ഈ CPO, CEO അതുപോലെ ഫയർഫോഴ്സ് ഈ എക്സാംസിൻ്റെ ഒക്കെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ്? ഏജ് ലിമിറ്റ് PSCക്ക് ആവശ്യം യുവാക്കളെയാണ്, യുവാക്കൾ. അപ്പോൾ പ്രധാനമായിട്ടും 18 വയസ്സ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. +2 ക്വാളിഫിക്കേഷൻ എക്സാമിന് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ വിത്തൗട്ട് റിസർവേഷനാണ്. റിസർവേഷൻ അനുസരിച്ച് അവരുടെ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ഉണ്ടാവും. 18 വയസ്സ് 26 വയസ്സ് ഇതാണ് കറക്റ്റ് ഏജ് ലിമിറ്റ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് അടുപ്പിച്ചാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കൊരു സംശയമാണ്, ഇതിൽ ഏതിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കണം, ഏതിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിൽ ഏത് പഠിച്ചാൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും, അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻ, അതേപോലെ കമൻസ് ഒക്കെ നമുക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 3 പോസ്റ്റുകൾ, അതായത് CPO, CEO, ഫയർഫോഴ്സ്, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അതിൻ്റെ ആ ഒരു സിലബസ് പഠിക്കാൻ എളുപ്പമാണോ, അതുപോലെ അതിൻ്റെ ആ ഒരു വേക്കൻസി കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് കുട്ടികൾക്കൊരു ഇൻഫോർമേഷൻ ആയിട്ട് കൊടുക്കാം. അവർ അതിനനുസരിച്ച് അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോട്ടെ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കുന്നത്, ഈ പരീക്ഷകൾ CPO, CEO, ഫയർഫോഴ്സ് ഈ 3 എക്സാംസുകളിൽ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമായിട്ടുള്ള പോസ്റ്റ് ഏതാണ്? അങ്ങനെ ഒരു സബ്ജക്റ്റിനെ ടഫെന്നും ഒരു സബ്ജക്റ്റിനെ എളുപ്പമൊന്നും നമ്മൾ പറയാൻ പാടില്ല. എന്നാലും അതിനകത്ത് എളുപ്പവും പാടുമുള്ള എക്സാമുണ്ട്. ഒരുപാട് കുട്ടികൾ ഇത് തന്നെ 2022 സ്പെഷ്യൽ ടോപ്പിക്ക് തുടങ്ങിയത് മുതൽ 2025 വരെ നിൽക്കുമ്പോഴും ഈ ഡൗട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ഏത് പഠിക്കണം ഏത് പഠിക്കണ്ട എന്ന്. അതിനൊരു ഉത്തരമില്ല, പക്ഷേ ഉത്തരം നമ്മൾ പറയും. എങ്ങനെയാണ്? ഇപ്പോൾ CPO എടുക്കുകയാണെങ്കിൽ, സിവിൽ പോലീസ് ഓഫീസർ എടുക്കുകയാണെങ്കിൽ, നേരത്തെ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം അല്ലെങ്കിൽ അത് പ്രയാസമാണ് പഠിക്കാൻ. അതിനിടയിൽ 2025 മുതൽ പുതിയ സിലബസാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ ഒട്ടാകെ BNSഉം BNSSഉം BSc ഒക്കെ മാറി വന്നിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ സിലബസാണ്. ആ സിലബസിൻ്റെ പ്രയാസം ഞാനൊന്നും പറയുന്നില്ല, പ്രയാസത്തെക്കുറിച്ചൊക്കെ പിന്നെ പറയാം. ആദ്യം അത്യാവശ്യം മറ്റുള്ള വിഷയത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ സിലബസാണ് CPOയ്ക്കുള്ളത്. പിന്നെ അതിനുശേഷം നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എടുക്കാം, സിവിൽ എക്സൈസ് ഓഫീസർ എടുക്കാം, അതുപോലെ ഫയർഫോഴ്സ് എടുക്കാം. ഇതിൽ അത്യാവശ്യം തിയറി ആയിട്ടുള്ള പോർഷൻസ് കൂടുതൽ വരുന്നത് ഫയർഫോഴ്സിനും അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനും തിയറി പോർഷൻസാണ്. സാധാരണ ബയോളജി, ജോഗ്രഫി തുടങ്ങിയവയൊക്കെ മിക്സ് ചെയ്യാം. പിന്നെ എക്സൈസ് വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യാസമാണ് എക്സൈസ് വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഈ CPOയെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ സിലബസാണ്. സിലബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്രം ചെറുതും വലുതൊന്നേ പറയാനുള്ളൂ. പ്രയാസം, എളുപ്പം, പാട് ഏതൊന്നും ഞാൻ പറയുന്നില്ല.
അപ്പോൾ സിലബസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. എന്തായാലും നിങ്ങൾക്ക് CPOയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കണം. അതുപോലെ ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്, എക്സൈസിൻ്റെതാണെങ്കിൽ അബ്കാരി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ള ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സിലബസ് എല്ലാം നമുക്കൊരു ജനറൽ ഐഡിയ ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള പോസ്റ്റ് ഏതാണ്, ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന പോസ്റ്റ് ഏതാണ്, അത് നമുക്കൊന്ന് ചോദിക്കാം. സാറേ, ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഏതാണ്? ഏറ്റവും കൂടുതൽ വേക്കൻസി യാതൊരു സംശയവുമില്ല അത് സിവിൽ പോലീസ് ഓഫീസർ തന്നെയാണ്, CPO. കാരണം വർഷം തോറും വിളിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകും എന്നൊരർത്ഥം അതിലില്ല. കാരണം CPO, CEO, ഫയർഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നിയമനം കൂടുതൽ. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള പോലീസ് സ്റ്റേഷനിൽ പോലും എന്ത് ചെയ്തില്ല, പോലീസുകാർ കവറായിട്ടില്ല. കാരണം PSC എന്നും സമരവും കാര്യങ്ങളൊക്കെയാണ്. കാരണം പണ്ട് 3 വർഷം ഉണ്ടായിരുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ അത്രയും നിയമനം നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് 1 വർഷത്തിലേക്ക് ചുരുങ്ങുമ്പോൾ നിയമനം കുറവായിരിക്കും. PSC അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലിസ്റ്റ് ചുരുക്കിയാണിടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെയിൻ ലിസ്റ്റൊക്കെ വളരെ ചുരുക്കിയാണിടുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ലിസ്റ്റിലുള്ളവർ കുറച്ച് പേരെ എടുക്കുകയുള്ളൂ. കാരണം ആ 1 വർഷത്തിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതുപോലെ തന്നെ പോലീസിൻ്റെ അത്രയും എക്സൈസ് നമുക്ക് ആവശ്യമില്ല, അത്രയും ഫയർഫോഴ്സ് ആവശ്യമില്ല. അപ്പോൾ CPO തന്നെയാണ് ഏറ്റവും കൂടുതൽ നിയമനം സാധ്യത ഉള്ളത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ജോലി സ്വഭാവം. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കും, പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ആണ് കുറച്ച് പാടുള്ള ജോലി, കുറച്ച് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ച് കഷ്ടപ്പാട് കുറഞ്ഞ ജോലി എന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം, ഈ CPO ആണോ, CE ആണോ, ഫയർഫോഴ്സ് ആണോ, അതിൻ്റെ ആ ജോലി സ്വഭാവം വെച്ച്, അതിൻ്റെ ജോലി സ്വഭാവം എന്താണെന്ന് നമ്മൾ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ അതും കൂടെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ജോലി സ്വഭാവം ഇപ്പം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഫയർഫോഴ്സിൻ്റെ ജോലി രക്ഷാദൗത്യം, എക്സൈസിൻ്റെ ജോലി മദ്യം തുടങ്ങിയവയൊക്കെ പിടിക്കുക, പോലീസാണെങ്കിൽ പിന്നെ ഓൾ ഇൻ ഓളാണ്. അപ്പോൾ ജോലി സ്വഭാവം വെച്ച് നോക്കിയാൽ കൂടുതൽ ജോലി ഉള്ളത് ആർക്ക് തന്നെയാണ്, പോലീസിന് തന്നെയാണ്. അപ്പോൾ ഇതിൽ അഡ്വാൻറ്റേജും എല്ലാ ജോലിക്കും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ നിയമന സാധ്യത കൂടുതൽ പോലീസിനാണ്, അതുപോലെ തന്നെ ജോലി ഭാരം കൂടുതലും പോലീസിനാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ പറയാതെ തന്നെ കുട്ടികൾക്കെല്ലാം ഇതറിയാം. അപ്പോൾ ഇപ്പോൾ എന്താണ് ശമ്പള പാക്കേജ് വരികയാണെങ്കിൽ, ബെനിഫിറ്റ് കൂടുതൽ വരികയാണെങ്കിൽ അത് CPOയ്ക്കാണ്. ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിയമനം കൂടുതലാണ്, പക്ഷേ ജോലി ഭാരം അല്പം കൂടുതൽ, കുറച്ചുകൂടെ മറ്റുള്ള കമ്പാരിറ്റീവ്ലി അല്പപാടാണ്. ഇപ്പം 31,100 രൂപയാണ് ഇപ്പോഴത്തെ ബേസിക്. പക്ഷേ ഇപ്പോൾ പുതിയ ശമ്പള പാക്കേജ് വരുമ്പോൾ ഇനി മാറുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു പാക്കേജ് അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തുല്യമായിട്ടുള്ളൊരു പാക്കേജാണ് ഈ +2 ലെവൽ പരീക്ഷയായ CPOയ്ക്ക് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സൈസിനും ഫയർഫോഴ്സിനും വരികയാണെങ്കിൽ അത്രയില്ല, അത് 27,900 ഉള്ളൂ. അപ്പോൾ അത് കുറവല്ല പറയുന്നത്. അതിനിപ്പോൾ പുതിയ ശമ്പള പാക്കേജ് വരുമ്പോൾ എങ്ങനെ വേണോ മാറി മറിയാം. പക്ഷേ ഇതിൽ കമ്പാരിറ്റീവ്ലി ശമ്പളം കൂടുതൽ പോലീസിന് തന്നെയാണ്, നിയമനം കൂടുതൽ പോലീസിന് തന്നെയാണ്, പക്ഷേ ജോലി ഭാരം കൂടുതലും പോലീസിന് തന്നെയാണ്. ഇനി അടുത്ത നിങ്ങളുടെ സംശയം, ഇങ്ങനെ ഒരു പോസ്റ്റുകൾ ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ, PSC ഒരുമിച്ചൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന സമയത്ത് ഇതിൽ ഞാൻ ഏതാണ് പഠിക്കേണ്ടത്? ഇത് 3ഉം കൂടെ ഒരുമിച്ച് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ 3ഉം കൂടെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അതോ 3ഉം നമ്മളുടെ കയ്യിൽ നിന്നും നഷ്ടമാകുമോ എന്നുള്ളൊരു ടെൻഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സാറേ? ഇതിപ്പം 3ൻ്റെയും ഒരു ഏകദേശം കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നു, ഓൾമോസ്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ അടുപ്പിച്ചായിരുന്നു, എക്സാം ഓൾമോസ്റ്റ് അടുപ്പിച്ചായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത് പഠിക്കണോ ഇത് പഠിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കുട്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ട് നമ്മളടുത്ത് സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ 3ഉം കൂടെ ഇനി അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ 3 പരീക്ഷകളും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ അത് നല്ലൊരു തീരുമാനമായിരിക്കുമോ? തീർച്ചയായിട്ടും അതിലൊരു നല്ലൊരു ചോദ്യമാണത്. കാരണം ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസം എക്സാമുകളുടെ മാസമായിരുന്നു. അത് 2 ദിവസം 3 ദിവസം ഇടവിട്ടായിരുന്നു എക്സാം. അതായത് എക്സൈസ് പോലീസ് ഉണ്ടായിരുന്നു, വുമൺ പോലീസ് ഉണ്ടായിരുന്നു, ഡ്രൈവർ ഉണ്ടായിരുന്നു, പ്രിസൺ ഓഫീസർ ഉണ്ടായിരുന്നു. ഇതൊക്കെ 2-3 ദിവസത്തെ ഇടവിട്ട. ഇതെല്ലാം ഒരു കുട്ടി തന്നെ ഇതെല്ലാം എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഞാനൊരിക്കലും പറയില്ല ഒരു വിഷയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം ഏതിലായിരിക്കും എന്ന് പറയാം. നമ്മുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ മറ്റൊരു പോസ്റ്റിലായിരിക്കും നമുക്ക് കിട്ടും. ഞാൻ പറയാം CPO മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ കിട്ടാൻ യോഗ്യതയുള്ളത് ചിലപ്പോൾ ഡ്രൈവർ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രിസൺ ഓഫീസർ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും തുല്യ പ്രാധാന്യം തന്നെ കൊടുക്കണം. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ നേരത്തെ കൂട്ടി പഠിക്കുക. ഏറ്റവും നല്ലൊരു ഉത്തരമാണ് നേരത്തെ കൂട്ടി പഠിക്കുക. ഇപ്പോൾ ഉദാഹരണം PSC വിളിക്കുന്ന സമയത്ത് ഡിസംബറിലോ ജനുവരിയിലോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാം ഒരുമിച്ച് വിളിക്കും. ആ സമയത്താണ് ഈ കൺഫ്യൂഷൻ വരുന്നത്, ഞാൻ അത് പഠിക്കണോ ഇത് പഠിക്കണോ കൺഫ്യൂഷൻ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നേരത്തെ കൂട്ടി അതിനെന്ത് ചെയ്യും. ഇപ്പോൾ തന്നെ കുറേ പേര് പഠിച്ച് നിൽപ്പുണ്ട്, അവർ ഈ 3-4 മാസത്തിനകത്ത് ഇതങ്ങ് കളയും. അപ്പോൾ എക്സാം വരുമ്പോൾ വീണ്ടും ഒന്നേന്ന് പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അതിലോട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് പഠിച്ച് ഇപ്പോഴേ സെറ്റ് ചെയ്ത് വന്നാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇപ്പോൾ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എത്രയോ വിഷയം പഠിക്കാൻ നമുക്കുണ്ടാവും. ഇതെല്ലാം നമ്മൾ ഈ വിഷയം ഒരെണ്ണമാണോ സെലക്ട് ചെയ്യുന്നത്, നമ്മളെല്ലാം പഠിക്കണ്ടേ? അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ കോളേജിനും സ്കൂളിലുമാണ് പഠിക്കുന്നത്.
പഠിക്കുന്നത്. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സയൻസ് എളുപ്പമാണ്, ബയോളജി അല്ല മാത്സ് പാടാണ്, ഇംഗ്ലീഷ് പാടാണ്, അതുകൊണ്ട് അത് കളയാം എന്ന് പറയാൻ പറ്റില്ല. എല്ലാം കിട്ടിയാലേ ജീവിക്കും. അതുപോലെ കണക്കാക്കിയാൽ മതി, ഇത് ഓരോ വിഷയങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി. എല്ലാം നമുക്ക് ഈ ഏജിനകത്ത് എഴുതാൻ പറ്റുള്ളൂ. ഈ ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ട് വിഷമിക്കുന്ന ഒരുപാട് പേര് അറിയാം. അവർക്ക് ഏജ് കഴിഞ്ഞു പോയി, പക്ഷേ എഴുതാൻ ആഗ്രഹമുണ്ട്, ഫിസിക്കലും ഓക്കെയാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സമയം കളയാതിരിക്കുക, എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഇപ്പം എല്ലാ വിഷയം ഞാൻ പറയില്ല, ഒന്നിന് പ്രാധാന്യം കൊടുക്കാൻ പറയില്ല ഒരിക്കലും, എല്ലാം തുല്യമായിട്ട് തന്നെ പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലായിരിക്കും ചിലപ്പോൾ എന്താണ് കൂടുതൽ നിയമനം നടക്കുന്നത്, പക്ഷേ അയാളുടെ സ്ഥലം വരുന്നത് കാസർഗോഡായിരിക്കും. അവിടെ ജില്ല നോക്കിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് ജോലിയാണത്. ചിലരങ്ങനെ നോക്കി, ഈ ജില്ലയിൽ കിട്ടിയാലേ ഞാൻ പോകും, അങ്ങനെ നോക്കണം. നമുക്ക് ജോലിയാണ്. ഇപ്പം യൂണിഫോം പോസ്റ്റ് എവിടെയായാലും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് എഴുതുക. ഇനിയിപ്പം ഈ ഒരു എക്സാം വരുമ്പോഴത്തേക്കും ഇവർക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഓൾമോസ്റ്റ് 3 പരീക്ഷകൾക്കും സെയിം ആണ്. അപ്പോൾ അതിൽ നമ്മൾ പെർഫെക്റ്റായി ഒന്ന് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രം ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് അത് നല്ലൊരു ചാൻസ് അല്ലേ. ഇനി ഇപ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ജോബ് 3 വർഷം വാലിഡിറ്റി ഒരു ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നതിലും നല്ലത് ഈ ഒരു വർഷത്തിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ജോബിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ. അതെ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ യൂണിഫോം പോസ്റ്റിന് താല്പര്യം ഉണ്ടാവില്ല. മിക്കവാറും പേര് എഴുതുന്നത് ആദ്യം കിട്ടണം എന്ന രീതിയിലാണ് പോകുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം. കിട്ടിയതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ഇപ്പോൾ LD ആയാലും മറ്റുള്ള VFA തുടങ്ങിയ എക്സാമുകൾക്കെല്ലാം അവർക്ക് എഴുതാം. അത് കിട്ടുകയാണെങ്കിൽ മാറിയാൽ മതിയല്ലോ. ഇപ്പോൾ ലീവ് എടുത്ത് പഠിക്കാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോൾ PSC ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, 5 വർഷം വരെ ലീവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ലീവ്, ഈ ജോലി അവിടെ സേഫ് അല്ലേ, അത് കഴിഞ്ഞിട്ട് അവർക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകില്ല. അപ്പോൾ ആദ്യം കിട്ടുന്നതെന്ന് വെച്ചാൽ യൂണിഫോം പോസ്റ്റാണ് കിട്ടാൻ. കാരണം കമ്പാരിറ്റീവ്ലി ആൾ കുറവാണ്, കാരണം ഈ ഏജിലുള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ 7 ബറ്റാലിയൻ ഉണ്ട്, ഒരു ബറ്റാലിയൻ അല്ല, 7 തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 7 ബറ്റാലിയൻ ഉണ്ട്. വുമണിന് പ്രത്യേക ബറ്റാലിയൻ ഉണ്ട്. അപ്പോൾ അതിന് അത്രയും സ്കോപ്പാണ്, ഇത്രയും ചാൻസ് ഉള്ളപ്പോൾ നമ്മളത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. CPOയുടെ കാര്യവും ആണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സൈസും അതുപോലെ തന്നെയാണ് ഫയർഫോഴ്സ് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന CPO, CO, ഫയർഫോഴ്സ് എക്സാമുകൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ നമ്മളോടൊപ്പം ബൈജു സാർ ഉണ്ടാകും. സ്പെഷ്യൽ ടോപ്പിക് എല്ലാം കൈകാര്യം ചെയ്യാൻ ഇവിടെ ഒരു ടീം സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒട്ടും നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല, ഉടൻ തന്നെ പഠിച്ചു തുടങ്ങും.